My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ യൂട്യൂബ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 118ാമത്തെ എപ്പിസോഡിൽ ബ്രയോണിയ എന്ന അധ്യായത്തിൻ്റെ 4ാം ഭാഗമാണ് പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് ബ്രയോണിയെ സംബന്ധിച്ച് പലപ്പോഴും ഉണ്ടാകാവുന്ന ചില ആശയക്കുഴപ്പങ്ങൾ, റസ്റ്റോക്സും സ്റ്റാഫിസാഗ്രിയ പോലുള്ള ഔഷധങ്ങളുമായിട്ട് ഇതിനെ തെറ്റിദ്ധരിക്കാവുന്ന, മാറിപ്പോകാവുന്ന ചില സാഹചര്യങ്ങൾ, ബ്രയോണിയുടെ മൊഡാലിറ്റീസിലുള്ള ചില സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ കെൻഡ് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. വളരെ ശരിയായ രീതിയിൽ രോഗിയുടെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കി കൃത്യമായ ഔഷധം കൊടുക്കാനും ചികിത്സയിൽ പരാജയം ഒഴിവാക്കാനും നിങ്ങളെ സഹായിക്കുന്ന പല അറിവുകളും ഈ ഭാഗത്ത് കെൻഡ് തരുന്നുണ്ട്. നമുക്ക് അവയിലേക്ക് വിശദമായിട്ട് കടന്നു ചെല്ലാം. നമ്മൾ നേരത്തെ ബ്രയോണിയയുടെ ചലനവുമായി ബന്ധപ്പെട്ട ചില സവിശേഷ അവസ്ഥകളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. മൂവ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പേഷ്യൻ്റാണ് ബ്രയോണിയ പേഷ്യൻ്റെങ്കിലും ചില സാഹചര്യങ്ങളിൽ ചലിക്കാൻ ആ രോഗിയെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിരുന്നത്. ഏർലി ഇൻ ദ കേസ് ഹി വാസ് ഏബിൾ ടു കീപ് സ്റ്റിൽ ആൻഡ് ഫൗണ്ട് ദാറ്റ് ഹി വാസ് ബെറ്റർ ഫ്രം കീപ്പിംഗ് സ്റ്റിൽ ആൻഡ് ദാറ്റ് ദ മെൻ്റൽ സ്റ്റേറ്റ് വാസ് ബെറ്റർ ഫ്രം കീപ്പിംഗ് സ്റ്റിൽ ആൻഡ് ദാറ്റ് ദ ആങ്ഷ്യസ് റെസ്റ്റ്ലെസ്നെസ് ഇൻക്രീസ് ദ മോർ ഹി മൂവ്ഡ് until finally a reaction comes and he is obliged to move. രോഗി സാധാരണഗതിയിൽ രോഗാവസ്ഥയുടെ തുടക്കത്തിൽ അനങ്ങാതെ കിടക്കുന്നതാണ് ഇഷ്ടം, അനങ്ങാതെ കിടക്കുന്നതാണ് നല്ലത്, അതിന് അയാൾക്ക് സാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ മാനസികാവസ്ഥയുടെ ചില മാറ്റങ്ങൾ മൂലം, മാനസികാവസ്ഥയുടെ ചില ആങ്സൈറ്റിയും റെസ്റ്റ്ലെസ്സും ഒക്കെ വരുമ്പോൾ ആള് ചലിക്കാൻ നിർബന്ധിതനായിത്തീരുന്നു. ചലിച്ചു കഴിഞ്ഞാൽ മെച്ചമുണ്ടാകുന്ന തോന്നൽ മനസ്സിലുണ്ടാകുന്നു. അങ്ങനെ ആൾ ചലിക്കാൻ നിർബന്ധിതനായിത്തീരുന്ന ഒരവസ്ഥയാണ്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പാരസ്പര്യത്തിൽ വരുന്ന ചില സങ്കീർണമായ ചില അവസ്ഥകളെക്കുറിച്ചാണ് കെൻഡിയുടെ പറഞ്ഞു വരുന്നത്. സാധാരണഗതിയിൽ അനങ്ങാതെ കിടക്കുന്നതാണ് നല്ലത്, ആണ് താല്പര്യം. പക്ഷേ ഈ മനസ്സിൻ്റെ ഒരു സവിശേഷമായ സ്ഥിതിയിൽ ആൾ ചലിക്കാൻ നിർബന്ധിതനായി തീരുകയും ചലിക്കുകയും ചെയ്യും. യു വുഡ് തിങ്ക്, ലുക്കിംഗ് അറ്റ് ദ കേസ് സൂപ്പർഫിഷ്യലി, ദാറ്റ് ദ പേഷ്യൻ്റ് ഈസ് ബെറ്റർ ഫ്രം മോഷൻ ആസ് ഇൻ റസ്റ്റോക്സ്. അപ്പോൾ ഈ കേസിനെ, ആ രോഗിയുടെ അവസ്ഥയെ നിങ്ങൾ പുറമേ നിന്ന് നോക്കിയാൽ, സൂക്ഷ്മമായിട്ട് പരിശോധിക്കാതെ ഒരു സൂപ്പർഫ്ലോസായിട്ട്, ഉപരിപ്ലവമായിട്ട് നിങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ റസ്റ്റോക്സിൻ്റെ ഒരു സ്വഭാവമാണെന്ന് തോന്നും, ബെറ്റർ ഫ്രം മോഷൻ. അങ്ങനെ തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതങ്ങനെയല്ല. But in rest, you find that the patient moves, and in moving he gets feeble, and when he sits down, the pains begin to come on again. നമ്മൾ നേരത്തെ റസ്റ്റിൽ കണ്ടതാണ്. ചലിക്കുമ്പോൾ ആൾക്ക് നല്ലതാണ്. ചലനം തുടങ്ങുമ്പോൾ പ്രയാസം ഉണ്ടാവും, ചലിച്ച് തുടങ്ങുമ്പോൾ പെയിൻസിന് റിലീഫുണ്ട്. പക്ഷേ ചലനം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആൾ ക്ഷീണിക്കും, വേദന കൂടും, ആളൊന്നിരിക്കും. ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കും. അപ്പോൾ റെസ്റ്റോക്സ് പേഷ്യൻ്റ് നേരിടുന്ന ഒരു വിഷമവൃത്തം നമ്മൾ കണ്ടതാണ്. അതാണ് റെസ്റ്റോക്സിൻ്റെ അവസ്ഥ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ദർ ഈസ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ടു ആൻഡ് യെറ്റ് ദ ലുക്ക് അലൈക്ക്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇത് രണ്ടും ഒരേപോലെയാണെന്ന് തോന്നും. അപ്പോൾ ഇഫ് നോട്ട് എക്സാമിൻഡ് ഇൻ ടു കെയർഫുള്ളി, ശ്രദ്ധാപൂർവം നിങ്ങൾ നിരീക്ഷിച്ചില്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ തെറ്റിപ്പോകാം. അപ്പോൾ റസ്റ്റോക്സ് എങ്ങനെയാണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം. റസ്റ്റോക്സിന് അനങ്ങുന്നത് നല്ലതാണ്, അനങ്ങുന്നത് ഇഷ്ടമാണ്, അനങ്ങുമ്പോൾ ആൾക്ക് മെച്ചമുണ്ട്. പക്ഷേ ബ്രയോണിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതൊരു സവിശേഷമായ മാനസികാവസ്ഥയാണ്. അനങ്ങാൻ അയാൾ നിർബന്ധിതനായിട്ടിരിക്കുകയാണ്. അയാളുടെ മെൻ്റൽ റെസ്റ്റ്ലെസ്നെസ്സും ആങ്സൈറ്റിയും കൊണ്ട് ചലിച്ചാൽ ഗുണമുണ്ടാകും എന്നുള്ള ഒരു ചിന്തയിൽ, ആ ഒരു തോന്നലിൽ ആൾ ചലിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ രണ്ട് വ്യത്യാസങ്ങളും ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ രോഗിയുടെ അവസ്ഥ ശരിക്ക് അന്വേഷിച്ചറിയണം. അല്ലാതെ വെറുതെ
ബെറ്റർ ഫ്രം മോഷൻ എന്നുള്ള ഒരു സൂപ്പർഫ്ലോസായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ റെസ്റ്റോസ് കൊടുക്കുന്ന സ്ഥാനത്ത് ബ്രയോണിയെയും ബ്രയോണി കൊടുക്കുന്ന സ്ഥാനത്ത് റെസ്റ്റോസോ കൊടുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് കോമൺ ഫോർ ബ്രയോണിയ ടു ബി അമീലറേറ്റഡ് ഫ്രം കൂൾ എയർ ആൻഡ് ഫ്രം കൂൾ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ബ്രയോണിയെ സംബന്ധിച്ചോളം വീണ്ടും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാവുന്ന, തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന ഒരു മൊഡാലിറ്റിയെക്കുറിച്ചാണ് കെൻറ്റ് പറയുന്നത്. ഈ തണുപ്പുമായിട്ടുള്ള ബന്ധം, തണുത്ത വായു, തണുത്ത ആപ്ലിക്കേഷൻസ് ബ്രയോണിക്ക് പൊതുവെ ഇഷ്ടമാണ്. ബ്രയോണിയുടെ പ്രശ്നങ്ങൾ ശമിക്കും. Now if he moves, he gets warmed up, the pains are worse. ഇതിനെ ചലനമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുക. ചലിക്കുമ്പോഴേക്കും ശരീരം ചൂടാകുമ്പോഴേക്കും തണുപ്പ് കൊണ്ട് മെച്ചമെന്നുള്ളൊരവസ്ഥയ്ക്ക് അത് വിരുദ്ധമാണ്. അതുകൊണ്ട് വേദനകൾ വർദ്ധിക്കുന്നു. ബട്ട് ദർ ആർ റൊമാറ്റിക് കംപ്ലൈൻറ്റ്സ് ഓഫ് ബ്രയോണിയ വിച്ച് ആർ ബെറ്റർ ഫ്രം ഹീറ്റ്. ഉണ്ടോ? റൊമാറ്റിക് കണ്ടീഷൻസ് വരുമ്പോൾ ചൂട് കൊണ്ട് മെച്ചപ്പെടുന്നൊരവസ്ഥയുണ്ട്. അതൊരു കോൺട്രഡിക്ഷനാണ്. ആൻഡ് അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് ഹീ ഈസ് ബെറ്റർ ഫ്രം കണ്ടിന്യൂഡ് മോഷൻ. ഈ ഒരു സാഹചര്യങ്ങളിൽ കണ്ടിന്യൂഡ് മോഷൻ കൊണ്ട് അയാൾക്ക് മെച്ചം ഉണ്ടാവും. കാരണം അപ്പോൾ ഉണ്ടാകുന്ന ചൂട് ബ്രയോണിയ പേഷ്യൻ്റ് റൊമാറ്റിക് കണ്ടീഷൻസിനെ റിലീവ് ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥയെ റെസ്റ്റോക്സുമായിട്ട് മാറിപ്പോകാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് അനദർ ഫോം ഓഫ് റിലീഫ് ആൻഡ് അനദർ ഓഫ് ദ മൊഡാലിറ്റീസ്. അപ്പോൾ ഇത് മൊഡാലിറ്റീസിൻ്റെ ഒരു വ്യത്യാസമാണ്, ഒരു ജനറൽ കണ്ടീഷൻ അല്ല ഇത്. മൊഡാലിറ്റീസിൽ വരുന്ന ചില കോൺട്രഡിക്ഷൻസ്, ആശയക്കുഴപ്പങ്ങളാണത്. ഐ സംടൈംസ് വണ്ടർ വെദർ ബ്രയോണിയ ഹാസ് എ ഗ്രേറ്റർ എലമെൻറ്റ് ഓഫ് റിലീഫ് ഫ്രം ഹീറ്റ് ഓർ ഗ്രേറ്റർ എലമെൻറ്റ് ഓഫ് റിലീഫ് ഫ്രം കോൾഡ്. അതായത് ഈ തണുപ്പ് കൊണ്ടാണോ റിലീഫ് കൂടുതൽ, ചൂടുകൊണ്ടാണോ റിലീഫ് കൂടുതലെന്ന് ബ്രയോണിയ പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം താൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടെന്ന് കെൻറ്റ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂസിങ് സിറ്റുവേഷൻ ബ്രയോണിയിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ്റെ മൊഡാലിറ്റി വെച്ചുകൊണ്ട് മരുന്ന് സെലക്ട് ചെയ്യാൻ പാടില്ല. ജനറൽ കണ്ടീഷൻ എന്താണോ, പേഷ്യൻ്റെ ജനറൽ കണ്ടീഷൻ എന്താണോ അതാണ് നമുക്ക് വഴികാട്ടേണ്ടത്. ബ്രയോണിൻ്റെ ജനറൽ കണ്ടീഷൻ എന്താണ്, റെസ്റ്റോക്സിൻ്റെ ജനറൽ കണ്ടീഷൻ എന്താണ്, അതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ്റെ മൊഡാലിറ്റി നോക്കിയാൽ മറ്റൊന്നിൻ്റെ ജനറൽ കണ്ടീഷനുമായിട്ട് അതിനെ തെറ്റിദ്ധരിച്ച് തെറ്റായ മരുന്ന് കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് 100 പർട്ടിക്കുലേഴ്സിന് തുല്യമാണ് ഒരു ജനറൽ എന്ന്. ഒരു സ്ട്രോങ് ജനറൽ ഉണ്ടെങ്കിൽ അത് 100 പർട്ടിക്കുലേഴ്സിന് തുല്യമാണ്. അപ്പോൾ പർട്ടിക്കുലേഴ്സിൽ 10 പർട്ടിക്കുലർ മാറിക്കിടന്നാലും കോൺട്രഡിക്ഷൻ, ഇതേപോലെ കോൺട്രഡിക്ടറി മൊഡാലിറ്റീസ് ഉണ്ടായാലും ഒരു ജനറൽ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ അതാണ് മരുന്നിൻ്റെ സെലക്ഷന് നിങ്ങളെ വഴികാട്ടേണ്ടത്. ബ്രയോണിൻ്റെ കാര്യത്തിൽ അത്യന്തികമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ റൊമാറ്റിക് കണ്ടീഷൻ്റെ കാര്യത്തിൽ, ഈ മോഷൻ്റെ കാര്യത്തിലോ മറ്റുമൊക്കെ നമുക്ക് റെസ്റ്റോക്സുമായിട്ട് കൺഫ്യൂസ്ഡ് ആകാവുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പേഷ്യൻ്റെ ജനറൽ കണ്ടീഷൻ നോക്കുക. അതിൽ നിന്ന് ബ്രയോണിയാണോ റെസ്റ്റോക്സ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ഹെഡ് കംപ്ലൈൻറ്റ്സ് ദാറ്റ് ആർ ഓഫ് എ കൺജസ്റ്റീവ് ക്യാരക്ടർ ആർ ബെറ്റർ ഫ്രം കൂൾ ആപ്ലിക്കേഷൻസ്. ഈ കൺജസ്റ്റീവ് നേച്ചറുള്ള തലയുടെ കംപ്ലൈൻറ്റ്സ് തണുത്ത ആപ്ലിക്കേഷൻ കൊണ്ട് മെച്ചമുണ്ട്. ഫ്രം കോൾഡ് എയർ, തണുത്ത വായു കൊണ്ട് മെച്ചമുണ്ട്. യെറ്റ് ദർ ആർ സം ഓഫ് ദ ബ്രയോണിയ ഹെഡ് കംപ്ലൈൻറ്റ്സ് ദാറ്റ് ആർ റിലീവ്ഡ് ബൈ ഹോട്ട് ആപ്ലിക്കേഷൻ. അതേസമയം ചില ലക്ഷണങ്ങൾ ബ്രയോണിയ ചില ഹെഡ് കംപ്ലൈൻറ്റ്സ് ചൂടിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ട് റിലീഫ് ആവുന്നുണ്ട്. ആൻഡ് ദീസ് സീംസ് ടു ബി നോ അക്കമ്പനിങ് സെർബ്രൽ കഞ്ചഷൻ. ഒരു സെർബ്രൽ കഞ്ചഷൻ അതിനോട് ചേർന്ന് വരുന്നില്ലെങ്കിലാണ് ഈ ചൂട് കൊണ്ട് റിലീഫ്. സോ ദാറ്റ് ബ്രയോണിയ ഹാസ് ഓപ്പോസിറ്റ് മൊഡാലിറ്റീസ്. അതാണ് മൊഡാലിറ്റീസിൽ ഓപ്പോസിങ് നേച്ചർ ബ്രയോണിയിലുണ്ട്. പർട്ടിക്കുലേഴ്സിൻ്റെ മൊഡാലിറ്റീസ് എടുത്തുകൊണ്ട് ബ്രയോണിയനെ വിലയിരുത്താൻ നോക്കരുത്, ശ്രദ്ധിക്കുക. ബട്ട് ഇൻ ഓൾ ഇറ്റ്സ് ഓപ്പോസിറ്റ് സ്റ്റേറ്റ്സ് ദർ ഇസ് സ്റ്റിൽ എ ഗ്രാൻഡ് നേച്ചർ റണ്ണിങ് ഓൾ ത്രൂ സഫീഷ്യൻറ്റ് ടു ഡിറ്റക്ട് ഇറ്റ്. അപ്പോൾ ഈ എല്ലാ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്സിലും ഒരു ജനറൽ നേച്ചർ ഇതിലൂടെ പോകുന്നുണ്ട്. എൻ്റെ മറ്റൊരു ഭാഷയിൽ ഗ്രാൻഡ് നേച്ചർ എന്നാണ് പറയുന്നത്. ഈ ഗ്രാൻഡ് നേച്ചർ എന്ന് പറയുന്നത് ജനറൽ നേച്ചറാണ്. അതുകൊണ്ടൊരു ജനറൽ കണ്ടീഷനാണ്. ആ ജനറൽ കണ്ടീഷൻ ഈ പർട്ടിക്കുലേഴ്സിൽ വരുന്ന, അതിൻ്റെ മൊഡാലിറ്റീസ് വരുന്ന ഈ കോൺട്രഡിക്ഷനെ,
ഈ ഓപ്പോസിങ് കണ്ടീഷനിലൊക്കെ അതിൻ്റെയൊക്കെ അന്തർധാരയായി അതിൻ്റെയൊക്കെ അടിയിലൂടെ ആ ഒരു ഗ്രാൻഡ് നേച്ചർ, ആ ഒരു ജനറൽ നേച്ചർ പോകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധ പോകേണ്ടത് ആ ജനറൽ നേച്ചറിലേക്കാണ്, അല്ലെങ്കിൽ തെറ്റുപറ്റാം. അത് ബ്രയോണിൻ്റെ കാര്യത്തിൽ നിന്നല്ല, പല ഔഷധങ്ങളുടെ കാര്യത്തിലും ആ ഒരു പ്രശ്നം വരും. ഒരുപാട് പ്രാക്ടീഷണേഴ്സിന് പരാജയങ്ങൾ സംഭവിക്കുന്നത് ഒരു പ്രധാന മേഖല ഇതാണ്. എനിക്ക് പരിചയമുള്ള പല ഹോമിയോപാസുമായിട്ടും ഞാൻ ഹോമിയോപ്പതിയിലേക്ക് കൊണ്ടുവന്ന പലരുടെ അനുഭവങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നതാണ്, ഒരു ചെറിയ പനി പോലും ഇതേപോലെ പർട്ടിക്കുലേഴ്സ് വെച്ചുകൊണ്ട്, അതിൻ്റെ പർട്ടിക്കുലേഴ്സിൻ്റെ മൊഡാലിറ്റി വെച്ചുകൊണ്ട് മരുന്ന് കൊടുത്ത് പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ. പിന്നീട് ഭാഗ്യവശാൽ രോഗി വീണ്ടും അവരുടെ അടുത്ത് വന്നു. ജനറൽ കണ്ടീഷൻസ് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പനിക്ക് സാധാരണ ആരും കൊടുക്കാത്ത ഔഷധങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇവരുടെ ചില യോഗങ്ങളിൽ ഈ ഒരു അനുഭവം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അത്ഭുതപ്പെട്ടു പോയി. പനിക്ക് ആ ഒരു ഔഷധവും, ഞാനിപ്പോൾ അത് മറന്നുപോയി, ഏത് ഔഷധം എന്നുള്ള കാര്യം മറന്നുപോയി. പക്ഷേ ഒരു സാധാരണ പനിയായിട്ട് വന്നതാണ്. പക്ഷേ അയാളുടെ ജനറൽ കണ്ടീഷൻസ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ഔഷധത്തിന് ഇൻഡിക്കേഷൻ കിട്ടി, അത് കൊടുത്തു, പനി മാറുകയും ചെയ്തു. അപ്പോൾ വെറുതെ പർട്ടിക്കുലേഴ്സ് മാത്രം നോക്കിക്കൊണ്ട്, അതിൻ്റെ മൊഡാലിറ്റീസ് നോക്കിക്കൊണ്ട് ചികിത്സ ചെയ്യാൻ പോയാൽ പലപ്പോഴും പരാജയം സംഭവിക്കും. അത് ഹോമിയോപ്പതിയുടെ കഴിവില്ലായ്മയാണ്, പേഷ്യൻറ്റിൻ്റെ കുറ്റമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞൊരു കാര്യം വീണ്ടും പറയുകയാണ്, ഡോക്ടേഴ്സ് ക്യാൻ ഫെയിൽ, പേഷ്യൻസ് ക്യാൻ ഫെയിൽ, ബട്ട് ഹോമിയോപ്പതി കനോട്ട് ഫെയിൽ. ഈ പരാജയങ്ങളൊന്നും ഹോമിയോപ്പതിയുടെ പരാജയമല്ല, അത് രോഗിയുടെയോ ഡോക്ടറുടെയോ പരാജയമായിരിക്കും. അങ്ങനെ പരാജയം ഉണ്ടാകാനുള്ള ചില ഡാർക്ക് ഏരിയാസ്, ചില ചതിക്കുഴികൾ, അതാണ് കെൻഡി ഇവിടെ വ്യംഗ്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ദ മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ബ്രയോണി ഈസ് യൂഷ്വലി റിലീവ്ഡ് ഫ്രം കൂൾ എയർ. അപ്പോൾ ബ്രയോണിയുടെ മെൻ്റൽ സ്റ്റേറ്റ് കൂൾ എയർ കൊണ്ടാണ് പൊതുവെ റിലീഫ്. ഹി വാണ്ട്സ് ദ വിൻഡോസ് ഓപ്പൺ, ജനൽ തുറന്നിടണമെന്ന് ആഗ്രഹിക്കും. ആങ്സൈറ്റി, കൺഫ്യൂഷൻ ഓഫ് മൈൻഡ്, ഫിയർ എക്സ്ട്രാ ഓർ അമീൽറേറ്റ് ഫ്രം ബീയിങ് കൂൾ. സാധാരണ മാനസിക പ്രയാസങ്ങൾ, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, ഭയം, ഇതെല്ലാം ഈ തണുത്ത വായു, തണുപ്പ് കൊണ്ട് റിലീഫ് കിട്ടും. Sometimes the delirium and the congestive fullness of the head affections of the mind will increase if the room becomes very warm, or from the heat of the stove, from becoming heated, or from warm covers. അപ്പോൾ ഈ ഡെലിറിയം കണ്ടീഷൻ, വല്ലാത്ത അസ്വസ്ഥത വരുന്ന ഈ ഡെലിറിയം കണ്ടീഷൻസ് ചൂടുകൊണ്ട്, ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ മുറി ചൂടാക്കാനുള്ള സംവിധാനം, സ്റ്റോവ് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ തുണി കൊണ്ട്, കമ്പിളി കൊണ്ടോ കട്ടിത്തുണി കൊണ്ടോ ആവരണം ചെയ്യുന്നതുകൊണ്ട്, ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ കട്ടി വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നതുകൊണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഡെലിറിയം, കൺജസ്റ്റീവ് ഫുൾനെസ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന മാനസിക പ്രശ്നങ്ങൾ വർദ്ധിക്കാം. ഇൻ ചിൽഡ്രൻ ദിസ് വിൽ ബി നോട്ടീസ്, വെറാസ് ഇഫ് ദ വിൻഡോ ബി ത്രോൺ അപ്പ് ടു റിലീവ് ദ സ്റ്റഫ്നെസ് ഓഫ് ദ റൂം, ദ ചൈൽഡ് വിൽ സ്ലീപ്പ് ക്വയറ്റ്ലി. അപ്പോൾ ഇത് തണുപ്പ് രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ പറയുകയാണ്, തണുപ്പ് കാലങ്ങളിൽ മുറിയൊക്കെ അടച്ചിടും, ജനലെല്ലാം അടച്ചിടും, എല്ലാം അടച്ചിടും. അപ്പോൾ കുട്ടി ഒരു ഡെലിറിയം കണ്ടീഷനിലാണ്. അപ്പോൾ ഒരു രോഗി, ഒരു ഡോക്ടർ ചെന്നു അല്ലെങ്കിൽ മറ്റാരും ചെന്നിട്ട് ഒരു വല്ലാതെ പെൻഡപ്പ് കണ്ടീഷൻ, ആകെ ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുന്ന അവസ്ഥയാണെന്ന് കണ്ട് ഈ ജനലം തുറക്കുന്നു. ജനൽ തുറന്നു കഴിഞ്ഞാൽ തണുത്ത വായു അകത്ത് കയറുന്നു, കുട്ടിയുടെ ഡെലിറിയം ശമിച്ച് കുട്ടി ശാന്തമായി ഇറങ്ങുന്നു. അപ്പോൾ യാദൃശ്യമായിട്ട് സംഭവിക്കുന്നതാണത്. ഇനി മറ്റൊരു കാര്യം പറയുന്നു. ഇഫ് യു ഗോ ഇൻ ടു എ റൂം ആൻഡ് ഫൈൻഡ് ദ ചൈൽഡ് റേജിങ് വിത്ത് ഡെലിറിയം, ടേണിങ് ആൻഡ് ടോസിങ്, ആൻഡ് ദ മദർ ഈസ് ട്രൈങ് ടു കീപ് ദ റൂം വാം ബിക്കോസ് ഷീ ഈസ് ചില്ലി, ആൻഡ് യു സേ why how stuffy it is here, and you open the window and then notice that the child go off to sleep. Do not overlook that, because that relief was caused by something. ഇത് ഇന്നും മറ്റ് ചില സാഹചര്യങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ഒരു വെസ്റ്റേൺ കൺട്രിയുടെ കാര്യത്തിൽ പറയുകയാണ്, കുട്ടി ഡെലിറിയമായിട്ട് ആയി കിടന്നൊരു ടോസിങ് ആണ്, കിടന്നുകൊണ്ട് അസ്വസ്ഥത കാണിക്കുന്നു, ചാടുന്നു, മറ്റൊക്കെ ചെയ്യുന്നു. ഡോക്ടറെ വിളിപ്പിച്ച് ഡോക്ടർ ചെയ്യുന്നു. ഡോക്ടർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവസ്ഥ എന്ന് വെച്ചാൽ ഈ അമ്മയാണ് ഈ വാതിലൊക്കെ അടച്ച് ഭദ്രമാക്കിയിരിക്കുന്നത്. അതിന് കാരണം എന്താ? ഷീസ് ചില്ലി, അമ്മയ്ക്ക് തണുപ്പ് പ്രശ്നമാണ്, അതുകൊണ്ട് അമ്മ എല്ലാം അടച്ച് ഭദ്രമാക്കി വെച്ചിരിക്കുക. പക്ഷേ ഒരു പുറമേ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ആകെ സ്റ്റഫ്ഡായിട്ട് കാണുന്നു, ഒരു ജനൽ തുറക്കുന്നു, കുട്ടിയുടെ ഡെലിറിയത്തിന് ശാന്തത വരുന്നു, കുട്ടികളെ തുറക്കുന്നു. ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ
ഈ മാതാപിതാക്കളുടെയോ മറ്റോ ഒക്കെ താല്പര്യങ്ങളെ രോഗിയുടെ മേൽ ആരോപിക്കാനുള്ള ഒരു ശക്തമായ പ്രവണത അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ട്രെയിനിൽ സാധാരണ കാണുന്നൊരു അനുഭവമാണ്. ഈ 2 ദിവസം മുമ്പ് എറണാകുളത്ത് നിന്ന് പട്ടാമ്പിക്കുള്ള വൈകുന്നേരത്തെ ട്രെയിൻ യാത്രയിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. ട്രെയിൻ നല്ല തിരക്കാണ്. ഈ കുട്ടിയും അമ്മയും ഇരിക്കുന്നത് ജനലിൽ നിന്നും അകന്ന സീറ്റിലായിരിക്കുന്നത്, എൻ്റെ തൊട്ട് മുമ്പിലെ സീറ്റിൽ. കുട്ടി എറണാകുളത്ത് നിന്ന് വണ്ടിയെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടി വല്ലാതെ കരയാൻ തുടങ്ങി. വല്ലാത്ത കരച്ചിൽ. അപ്പോൾ അവർ പലതരത്തിൽ ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുട്ടിയെ മുലയൂട്ടി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം ശമനം ഉണ്ടായി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങി. വല്ലാത്ത കരച്ചിൽ. അപ്പോൾ അടുത്തിരിക്കുന്നവരൊക്കെ ഇതിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പലതും കൊടുക്കുന്നുണ്ട്. പക്ഷേ കുട്ടിക്കൊരു ശമനം കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് തലയിൽ ഇത് വെച്ചിട്ടുണ്ട്, ഊളൻ കൊണ്ടുള്ള ക്യാപ്പ് വെച്ചിട്ടുണ്ട്, കട്ടി ഉടുപ്പിട്ടിട്ടുണ്ട്. ഒരു വയസ്സ് 1.5 വയസ്സൊക്കെയുള്ള കുട്ടിയാണ്. കാലറ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ കുട്ടിയുടെ കരച്ചിൽ വല്ലാതൊരവസ്ഥയിലാണ് കുട്ടിയായി. അപ്പം ഞാനോട് പറഞ്ഞു, നിങ്ങൾ ഒന്നെങ്കിലും ആ ജനലിൻ്റെ വശത്തേക്കൊന്ന് നീങ്ങിയിരിക്കുക, കുട്ടി ഇത്തിരി കാറ്റ് കിട്ടട്ടെ. കാരണം അത്രയ്ക്ക് തിരക്കാണ് ട്രെയിനിൽ. അയാൾ ജനലിൻ്റെ സൈഡിലേക്ക് ഇരുന്നു. ആ കുട്ടിയുടെ അമ്മയ്ക്കും പ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇരുന്നിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങി. അപ്പം ഞാൻ പറയാം, കുട്ടിയുടെ വസ്ത്രങ്ങളൊന്ന് മാറ്റ്, കട്ടി വസ്ത്രങ്ങളാണ്, ഒന്ന് മാറ്റ്, തലയിലെ തൊപ്പിയൊക്കെ ഒന്ന് മാറ്റ്. അപ്പോൾ അവർ പറഞ്ഞു കുട്ടിക്ക് തണുപ്പിടിച്ചാൽ കുട്ടിക്ക് പ്രശ്നമാണ്. ഞാൻ പിന്നെ പറയാൻ പോയില്ല. ഇപ്പോൾ മാറി അതിനോട് കുട്ടിക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷെ വീണ്ടും കരച്ചിൽ വന്നുകൊണ്ട് തൃശ്ശൂരൊക്കെ കഴിഞ്ഞൊരു സമയം കഴിയുമ്പോൾ അന്തരീക്ഷത്തിൽ തണുപ്പൊക്കെ ആയി, ഒരു ചെറിയൊരു വിൻ്ററിൻ്റെ അവസ്ഥ ഇങ്ങോട്ട് വന്നപ്പോഴായിട്ടുണ്ട്. എങ്കിലും കുട്ടി കരച്ചു നിർത്തുന്നില്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ആ തലയിലെ തൊപ്പിയെങ്കിലും ഒന്ന് മാറ്റ്. അപ്പോൾ അവർ തലയിലെ തൊപ്പി മാറ്റിയപ്പോൾ കുട്ടിക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. ഞാൻ ആ കാലറയും കൂടി ഒന്ന് മാറ്റുക. അപ്പോൾ അവർക്ക് നല്ല മനസ്സ് തോന്നിയിട്ട് കുട്ടിയുടെ കാലറയും മാറ്റി, കട്ടിയുള്ള ഊളനും കൊണ്ട് ഉടുപ്പ് മാറ്റി. കുട്ടി വെറുതെ ഒരു നാപ്കിൻ മാത്രം ധരിച്ചുകൊണ്ട് കുട്ടി നിൽക്കുക. അതോടുകൂടി കുട്ടിക്ക് പൂർണ്ണ റിലീഫ് കിട്ടി. കുട്ടി ചിരിക്കാൻ തുടങ്ങി. എല്ലാ പ്രയാസവും മാറി. ഇവിടെ സംഭവിക്കുന്നതാണ് മാതാപിതാക്കളുടെ നേച്ചർ, കുട്ടിയെ പരിചരിക്കുന്നവരുടെ നേച്ചർ, അതുപോലെ അവരുടെ ചില മുൻവിധികൾ. തണുപ്പടിച്ചാൽ കുട്ടിക്ക് അസുഖം വരും, കാറ്റ് കൊണ്ട് അസുഖം വരും, അങ്ങനെയൊക്കെ ചില മുൻവിധികൾ. അത് പൊതുവേ കുറേ പേര് ശരിയായിരിക്കാം. പക്ഷേ ഈ കാറ്റ് കൊണ്ടും ഓപ്പൺ എയർ കൊണ്ട് റിലീഫ് കിട്ടുന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്കത് കിട്ടണം. 2 ദിവസം മുമ്പ് ഞാൻ കണ്ടൊരു കാര്യമാണ്. അത് തന്നെയാണ് എൻ്റെ ഇവിടെ പറയുന്നത്. ബ്രയൂണിയുടെ മാനസിക പ്രശ്നങ്ങൾ, മെൻ്റൽ സിംപ്റ്റംസ് പറയുകയാണ്. ഫിയർ ഓഫ് ഡെത്ത്, മരണഭയം, ഫുൾ ഓഫ് ഫിയർ, ആങ്സൈറ്റി, ഡിസ്പെയർ ഓഫ് റിക്കവറി, ഗ്രേറ്റ് ഡെസ്പോണ്ടൻസി. ഈ രോഗം ശമിച്ച് താൻ രക്ഷപ്പെടുമോ എന്നുള്ളൊരു നിരാശ, ദുഃഖം, ഉത്കണ്ഠ, ഭയം ഒക്കെ ഉണ്ട്. ബോത്ത് മെൻ്റൽ ആൻഡ് ബോഡ്ലി ക്വയറ്റ്നസ് ഈസ് റിക്കവേഴ്സ്, ദാറ്റ് ഈസ് ഹി വാണ്ട്സ് ടു കീപ് സ്റ്റിൽ. അപ്പോൾ പ്രയുടെ ജനറൽ നേച്ചർ ഫിസിക്കൽ മാത്രമല്ല മെൻ്റലുമാണ്. ഇത്തരം ഭയങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ ശാന്തമായിട്ട് അനങ്ങാതെ ഇരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് മനസ്സിനും ശരീരത്തിനും റിലീഫ് ഉണ്ടാവും. ഓഫൺ ഹി വാണ്ട്സ് ദ റൂം ഡാർക്ക്. അതോടൊപ്പം ഡാർക്ക്നെസ്, കൂടുതൽ പ്രകാശം അസ്വസ്ഥ ഉണ്ടാക്കും. ഡാർക്കായിട്ടിരിക്കാനും ഇഷ്ടമാണ്. ഇറ്റ് ഹാസ് കംപ്ലൈൻസ് ഫ്രം ഗെറ്റിംഗ് എക്സൈറ്റഡ്. ഉത്തേജിതമാകുന്നതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ട്. ബ്രയോണിയ പേഷ്യൻസ് ആർ നിയർലി ഓൾവേസ് വേഴ്സ് ഫ്രം വിസിറ്റേഴ്സ്. സന്ദർശകർ ബ്രയോണിയ പേഷ്യൻ്റ് കുഴപ്പം. സന്ദർശകർ വന്ന് ഓരോന്ന് ചോദിക്കും. നമ്മൾ നേരത്തെ കണ്ടു, സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഇവിടെ മറ്റൊരു കാര്യമാണ് പറയുന്നത്, മൊറോസ്, ദുർമുഖം കാണിച്ചിരിക്കൽ. ഡു നോട്ട് ക്രോസ് എ ബ്രയോണിയ പേഷ്യൻ്റ് ഫോർ ഇറ്റ് മേക്സ് ഹിം വേഴ്സ്. ബ്രയോണിയ പേഷ്യൻ്റോട് തർക്കിക്കാൻ പോകരുത്. രോഗകാര്യം പറഞ്ഞുകൊണ്ടായാലും എന്ത് കാര്യം പറഞ്ഞാലും ബ്രയോണിയ പേഷ്യൻ്റോട് തർക്കിക്കാൻ പോലും. തർക്കിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്ഥിതി വഷളാവും. ബാഡ് എഫക്ട്സ് ഫ്രം മോർട്ടിഫിക്കേഷൻ. അതായത് എന്തെങ്കിലും പറഞ്ഞ് അയാൾക്കൊരു ചമ്മലുണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ട് മോശം എഫക്റ്റുകളുണ്ടാവും. എയിൽമെൻറ്റ്സ് അറൈസിങ് ഫ്രം ഷാഗ്രിൻ. ഒരു സംസാരിച്ച് അപമാനിതനായാൽ അയാൾക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് പ്രശ്നമുണ്ടാവും. ദർ ആർ ഹെഡേക്സ് യൂഷ്വലി, അതുകൊണ്ട് തലവേദന ഉണ്ടാവും. വയലന്റ് കഞ്ചസ്റ്റീവ് ഹെഡേക്സ് ദാറ്റ് കം ഓൺ എ ഫ്യൂ അവേഴ്സ് ആഫ്റ്റർ ഓൾട്ടർക്കേഷൻ ഓർ കോൺട്രവേഴ്സി.
or little misunderstanding with somebody that he cannot talk back to will be covered by സ്റ്റാഫിസാഗ്രിയ. ഈ കൂട്ടത്തിൽ സ്റ്റാഫിസാഗ്രിയയുടെ സൂചന പറയുകയാണ്. എന്താണ്? കൺജസ്റ്റീവ് ഹെഡേക്ക് വരുന്നു. എങ്ങനെയാണ്? തനിക്കും തിരിച്ച് തർക്കിക്കാൻ പറ്റാത്ത ഒരാളുടെ അടുത്ത് അയാൾ നിന്ന് മോശമായ പരാമർശം കേട്ടു. ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ മേധാവി, ജോലിയിലെ മേലുദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ വളരെ മുതിർന്ന ഒരാൾ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ പുരോഹിതൻ, ഒരു അധികാരി, അവരൊക്കെ ഇങ്ങോട്ട് മോശമായ രീതിയിൽ സംസാരിച്ചു. അതേ രീതി തിരിച്ചു പറയാൻ അറിയാം, പക്ഷെ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അയാൾ കൺജസ്റ്റീവ് ഹെഡേക്ക് ഉണ്ടാക്കും. ആ അവസ്ഥ കവർ ചെയ്യുന്നത് സ്റ്റാഫിസാഗ്രിയാണ്. ബട്ട് ബ്രയോണിയർ ഓൾസോ ഹാസ് ദാറ്റ്. ബ്രയോണിയർ അതുണ്ട്. സ്റ്റാഫിസാഗ്രിയ ഈസ് സ്യൂട്ടഡ് ടു ഇറിറ്റബിൾ, വയലന്റ്, നെർവസ്, എക്സൈറ്റബിൾ പീപ്പിൾ ദാറ്റ് ഗെറ്റ് ഇൻ ടു വയലന്റ് ഓൾട്ടർക്കേഷൻ ഓർ ഡിസ്പ്യൂട്ട്. തർക്കങ്ങളിലും വാഗ്വാദങ്ങളിലുമൊക്കെ വളരെ വയലൻ്റായിട്ട് ചെന്ന് പെടുന്ന, ഇറിറ്റബിളായിട്ടുള്ള, നെർവസ് ആയിട്ടുള്ള, എക്സൈറ്റബിൾ ആയിട്ടുള്ള ആളുകൾക്ക് സ്റ്റാഫിസാഗ്രിയാണ് ഉപകരിക്കുന്നത്. ഇഫ് എ ഹെഡേക്ക് കംസ് ഓൺ സച്ച് എ പേഷ്യൻ്റ് മേ നീഡ് ബ്രയോണിയ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു തലവേദന വരുന്നതെങ്കിൽ അത്തരം രോഗിക്ക് ചിലപ്പോൾ ബ്രയോണിയ വേണ്ടി വന്നേക്കാം. ഇഫ് ഇൻ എ ക്രോണിക് സ്റ്റേറ്റ് എ പേഷ്യൻ്റ് സേസ്, ഡോക്ടർ, ഇഫ് ഐ എവർ ഹാവ് എ ഡിസ്പ്യൂട്ട് വിത്ത് എ മാൻ ഓർ എനിത്തിങ് ഐ കം ഡൗൺ വിത്ത് നെർവസ് എക്സൈറ്റ്മെൻറ്റ്, സ്ലീപ്ലെസ്നെസ്, ഹെഡേക്സ്. ഒരാൾ പറയാണ്, ഒരാളോട് എപ്പോഴെങ്കിലും ഒരു തർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വല്ലാതെ ഉത്തേജിതനാകുന്നു, ഉറക്കം പോകുന്നു, തലവേദന ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത്? യു ഡു നോട്ട് ഹാവ് ടു വർക്ക് ലോങ് അപ്പോൺ ദാറ്റ് കേസ്. അപ്പോൾ ആ ഒരു കേസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ട. എന്താ? ബിക്കോസ് മോർ ദാൻ ലൈക്ലി സ്റ്റാഫിസാഗ്രിയ വിൽ ബി സ്യൂട്ടബിൾ. ആ കാര്യത്തിൽ സ്റ്റാഫിസാഗ്രിയ മതി. അപ്പം നമ്മൾ നേരത്തെ ചിലർ പറഞ്ഞ പോലെ ചില സിംറ്റംസ് കാണുമ്പോൾ ഇന്ന ഔഷധം മതി. ഇവിടെ എങ്ങനെയാണ്? ഒരാളുമായിട്ട് തർക്കമുണ്ടായി, തർക്കം വർദ്ധിച്ചു, ഒരു മാനസികമായ നാഡികളുമല്ലാതെ ഉത്തേജിതമായി, ഉറക്കം പോയി, തലവേദന വന്നു. ഈ ഒരു അവസ്ഥയിൽ കൂടുതൽ ചിന്തിക്കാതെ ധൈര്യമായിട്ട് സ്റ്റാഫിസാഗ്രിയ കൊടുക്കാം. നമ്മൾ ബ്രയോണിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സ്റ്റാഫിസാഗ്രിയെക്കുറിച്ചുള്ള വളരെ വിലപ്പെട്ട അറിവുകൾ നമുക്ക് കിട്ടി. ചിലപ്പോൾ സ്റ്റാഫിസാഗ്രിയ എന്നുള്ള അധ്യായത്തിൽ ഈ കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ പറയുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഔഷധത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട അറിവുകൾ പറയുന്നത് മറ്റു സ്ഥലത്തായിരിക്കും. കാരണം ഇത് പ്രസംഗങ്ങളാണ്, എൻ്റെ പ്രഭാഷണങ്ങളാണ്. പ്രസംഗങ്ങളിൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ പറയും. നല്ലൊരു പ്രൊഫസർ അങ്ങനെയാണ്. പ്രൊഫസർ അല്ലെ റീഡർ, അല്ലൊരു ലെക്ചറർ, കൂടുതലും പ്രൊഫസേഴ്സാണ്. അവരിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വിഷയത്തിൽ നിന്ന് വേറിട്ടും പല കാര്യങ്ങൾ പറയും. അപ്പോൾ ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് സീനിയർ പ്രൊഫസർമാർ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും കണ്ണും കാതും തുറന്നു വെച്ച് നോട്ട്ബുക്കും തുറന്നു വെച്ചിരിക്കും. അവർ ചിലപ്പോൾ അവരെടുക്കുന്ന വിഷയമായിരിക്കും മറ്റൊരു വിഷയമായിരിക്കും പറയുന്നത്. അപ്പോൾ തന്നെ കുറിച്ച് വെക്കും. അപ്പോൾ കെന്നും ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് അറിവുകൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടി. ബ്രയോണിയെക്കുറിച്ചുള്ള നിരവധി വിലപ്പെട്ട അറിവുകൾ ഇനിയും നമുക്ക് കിട്ടാനുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അവയെക്കുറിച്ച് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.